ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴിലെ 2025 റിലീസായിട്ടുള്ള ബ്ലാക്ക് മെയിൽ എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു കപ്പിൾസിനെ കാണിക്കുന്നുണ്ട്. ആ കപ്പിൾസിനെ ഒരു കുട്ടിയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർ 3 പേരും ഒരു യാത്ര പോവുകയാണ്. ഈ യാത്രക്കിടയിൽ അവർക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ ആക്സിഡന്റിൽ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റിലുള്ള വണ്ടിയിലുള്ള ആളുമായിട്ട് അവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടണം. അങ്ങനെ ഒരു തർക്കം അവിടെ നടക്കുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് അവര് അവിടുന്ന് വണ്ടിയെടുത്ത് പോകുമ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ കുഞ്ഞ് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം. അങ്ങനെ അതവിടെ കാണിക്കുന്നു. അടുത്ത സ്റ്റേജിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോനെ കാണിക്കുകയാണ്. സിനിമയിലെ ഹീറോ ഒരു ഡെലിവറി ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹീറോന്റെ വണ്ടിയും ഡെലിവറി ചെയ്യപ്പെടേണ്ട ബോക്സും മിസ്സിംഗ് ആവുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. ഗേൾഫ്രണ്ട് പ്രഗ്നന്റ് ആയിട്ടൊക്കെ ആ സമയം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോന്റെ കയ്യിൽ നിന്ന് മിസ്സിംഗ് ആയ വണ്ടിയും ഡെലിവറി ചെയ്യപ്പെടേണ്ട ബോക്സും കണ്ടുപിടിച്ചേ മതിയാവൂ. ഇന്നത്തെ ദിവസം കഴിയുന്നതിന് മുന്നേ ഇത് കണ്ടുപിടിച്ച് കൊടുത്തേ മതിയാവൂ എന്നുള്ള ഒരു പ്രഷർ നമ്മുടെ ഹീറോയ്ക്ക് വരികയാണ്. പിന്നീട് അതിലൂടെയാണ് സിനിമ പോകുന്നത്. ഈ ഹീറോയ്ക്ക് ഈ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റുമോ, ബോക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് സിനിമ പിന്നീട് അങ്ങോട്ട് പറയുന്നത്. സിനിമയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ആദ്യം പറയാം. സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും ഒരു വിഭാഗം നല്ല രീതിക്ക് തന്നെ ഒരു ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ 2 ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, അതും ഓക്കെയാണ്. പിന്നീട് പോസിറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമ കഥയിൽ നിന്നും വേറെ എങ്ങടെങ്കിലും ഒക്കെ പോയി അങ്ങനെയൊന്നും പോകുന്നില്ല. തുടക്കം മുതൽ അവസാനം വരെ എന്താണോ കഥ അതിലൂടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല 1-2 കാര്യങ്ങളും കൂടി പറയാം. നെഗറ്റീവില് ഫസ്റ്റ് പറയാനുള്ളത് വില്ലന്റെ കാര്യമാണ്. നമുക്ക് സിനിമയിൽ വില്ലനെ കാണിച്ചു തരുമ്പോൾ നമുക്ക് ആ വില്ലനെ കണ്ടിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നാത്ത പോലെ തോന്നി. എനിക്ക് പേഴ്സണലി തോന്നിയില്ല. വില്ലനെ ഒന്നും കൂടി അടിപൊളിയാക്കി മേക്ക് ചെയ്തെടുക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 2 ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ നിന്ന്. ആ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് കാണുമ്പോൾ വാവ് എന്നൊരു സാധനം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്ര അടിപൊളി ട്വിസ്റ്റായിട്ട് അത് തോന്നിയില്ല. അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്നും കൂടി തോന്നി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മൂവീസിലും ഇങ്ങനെയുള്ള ത്രില്ലിംഗ് മൂവീസൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോ എന്തിലെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഹീറോയ്ക്ക് അത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഹീറോയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ. ഇതിൽ ഹീറോ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യാത്ത പോലെ തോന്നി. ഒരു നോർമലായിട്ട് തന്നെ അങ്ങനത്തെ ഒരു ഓക്കെ ഇതിൽ കൂടെ പോയ പോലെ തോന്നി. ഒരു ടെൻഷൻ തരാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒന്ന് സ്ക്രീൻ പ്ലേയുടെ പ്രശ്നമായിട്ട് തോന്നി. അതൊന്ന് അടിപൊളിയാക്കി എടുക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ടോട്ടലി ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ത്രില്ലർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അപ്പോൾ ഒരു വട്ടം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺ നെക്സ്റ്റിൽ തമിഴിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. വേണ്ടവർ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ പോയി കണ്ടു നോക്കൂ കേട്ടോ. കണ്ടു നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് എനിക്ക് വീണ്ടും വരാൻ കഴിയുള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്ക് ടാറ്റ ബൈ, സീ യു.